ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാന്ന് വിചാരിച്ചു, സാറ്റർഡേ ആണെങ്കിലും. കാരണം എനിക്ക് കുറച്ച് പണിയുണ്ട് പുറത്ത്. അപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വെയിലാണ്. എൻ്റെ കൂടെ നല്ല ചൂട് കഴിക്കും. അപ്പം ഞാൻ വെച്ചാൽ കുറച്ച് രാവിലെ എഴുന്നേറ്റ് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് കയറാം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയും ചെയ്യും. ഭയങ്കര പാടുമായിരിക്കും അവിടെ പുറത്ത് പണി ചെയ്യണമെങ്കിൽ. അങ്ങനെ ഞാൻ കുറച്ച് രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. എഴുന്നേറ്റതിന് ശേഷം സ്ഥിരം ചെയ്യുന്ന പോലെ ബെഡൊക്കെ വൃത്തിയാക്കി, ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചു. അതിനുശേഷം കുറച്ച് വെള്ളം കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോകുമെന്ന് വിചാരിച്ചു. സമയം ഇപ്പം 6:15 ഇപ്പം കുഴപ്പമില്ല. രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടും. ബട്ട് കുറച്ചൊരു 8:30 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് പോയി. താഴേക്ക് ഞാനൊരു സാധനവും കൊണ്ടാണ് കേട്ടോ പോയത്. വേറെ ഒന്നുമല്ല, ഒരു കത്തിയാണ്. എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പാഴ്സൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കത്തിയായിട്ട് താഴേക്ക് വന്നത്. എന്താണ് പാഴ്സൽ എന്ന് ചോദിച്ചാൽ ഒരു സംഭവമാണ്. ഇതാണ് ഈ ഒരു സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് 12 എണ്ണമാണെന്ന് തോന്നുന്നു, 12 എണ്ണം അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇവിടെ കൊണ്ടുവെക്കാം നോക്കാം. കുറച്ച് നല്ലവണ്ണം തോന്നും. അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ ഇരുന്ന സ്ഥലത്തെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അവിടെ താഴെ നല്ല മണ്ണും ഈ ചെടിച്ചട്ടിയുടെ അടിയിലൊക്കെ നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഈ സ്റ്റാൻഡ് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് കുറച്ച് പണിയായിരുന്നു. നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചു. സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ 3 സ്റ്റാൻഡ് ഞാൻ ഒരുമിച്ച് വെച്ചു. ഒരു സ്റ്റാൻഡിൽ ഏകദേശം ഒരു 3 ചെടി വെക്കാന്നാണ്. പക്ഷേ അപ്പൊ ഒരു 3 സ്റ്റാൻഡ് ആകുമ്പോഴത്തേക്ക് 9 ചെടി ഏകദേശം വെക്കാൻ പറ്റണ്ടയാണ്. ബട്ട് അത് ചെടിച്ചട്ടി കുറച്ച് ചെറുതാണെങ്കിലും ഓക്കെ, കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 എണ്ണം വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. ഏകദേശം ഒരു 8 എണ്ണം ഒക്കെ വെക്കാൻ പറ്റും. ഫ്രണ്ടിൽ ഓക്കെയാണ്, ബട്ട് ബാക്കിലോട്ട് വരുമ്പോഴൊക്കെ ചെടിച്ചട്ടി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വെക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. അത് എന്താണെന്ന് അറിയില്ല, മേ ബി അത് അലങ്കോലമായിട്ട് കിടന്നുകൊണ്ടായിരിക്കും. ഇതിപ്പത്തി കുറച്ച് വൃത്തിയായില്ല. അതുപോലെ വെള്ളം ഒഴിക്കാനും അങ്ങനെയുള്ള വൃത്തിയാക്കാൻ, ഈവൻ തൂക്കാനും കൂടി നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇത്. മറ്റേതാകുമ്പോഴാണ് ഈ ചെടിച്ചട്ടിയുടെ താഴെ നല്ല മണ്ണൊക്കെ ആയിട്ട് പെട്ടെന്ന് പൊടിയാവുകയൊക്കെ ചെയ്യും. ഇത് എത്രത്തോളം നാളെ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് സ്ഥിരം പരിപാടി വെള്ളമൊക്കെ ഒഴിച്ച് പാത്രവും അതിന് യൂസ് ചെയ്ത ചരുവും എല്ലാം കഴുകി ഒരു ഏകദേശം 9 മണിയായപ്പം തന്നെ എനിക്ക് അകത്ത് കയറാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നോക്കുന്നുണ്ട്. 9 മണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കും. അപ്പോൾ ഇടിയപ്പവും കോളിഫ്ലവർ കറിയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ അവിടെ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു ഹെയർ റിമൂവൽ, ഫിലിപ്സിന്റെ ഹെയർ റിമൂവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇടാം. അതും കൂടി ഇതിനകത്ത് ഇട്ട നല്ല ലോങ് ആയിപ്പോകും വീഡിയോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഭയങ്കര ചൂടാണ്. കുളിയൊക്കെ കഴിഞ്ഞു. ഇത് ആ മഞ്ഞുമൽ ബോയ്സിന്റെ ഒറിജിനലിന്റെ 2006 ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ ഫിലിം കാണാൻ പോവാണ്. ഞാൻ റെഡിയായി ഫിലിം കാണാൻ പോവാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഞാൻ 3ാമത്തെ തവണയാണ് ഈ ഫിലിം കാണുന്നത്. അതിനുള്ള റീസൺ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ മഞ്ഞുമൽ ബോയ്സ് 3rd ടൈം വാച്ച് ചെയ്തിട്ട് വന്നു. എനിക്ക് എന്താണെന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫിലിം. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഓക്കെയാണ്, ബട്ട് സെക്കൻഡ് ടൈം അവർ ഇൻ്റർവ്യൂസ് കണ്ടിട്ട് എനിക്ക് ഒന്നുകൂടെ പോയി കാണണമെന്നില്ല. അങ്ങനെ സെക്കൻഡ് ടൈം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു കുറേ ഇൻ്റർവ്യൂസ് കഴിയുമ്പോൾ എനിക്ക് വീണ്ടും അതൊന്നുകൂടെ പോയി കാണണമെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ 3rd ടൈമാണ് വാച്ചിങ്. ഇനിയും വേണമെങ്കിൽ പോയി കാണാം. കാരണം ചില ഫിലിംസ് ഉണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ ഹോണ്ട് ചെയ്തൊരു ഫിലിമാണ്.
അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നു. അപ്പോൾ നല്ലൊരു ഫിലിമാണ്. ഇപ്പോൾ എല്ലാവരും റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയണ്ട. നല്ല ഫിലിമാണ്, ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിലും എല്ലാവരും കണ്ട്, തമിഴ്നാട്ടിൽ ഭയങ്കര റിവ്യൂ ആണ് വരുന്നത്. സോ അടിപൊളി ഫിലിമാണ്. അതെല്ലാവർക്കും വർക്കാവുമെന്ന് അറിയത്തില്ല, ചിലർക്ക് അത് പല രീതിയിൽ വർക്കാവും. എനിക്ക് എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഹോണ്ട് ചെയ്യുന്ന രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളത്തേക്ക് അതിങ്ങനെ ഹോണ്ട് ചെയ്യും. ചിലർക്കത് വർക്കാവത്തില്ല, ചിലർക്കൊരു ആവറേജ് ഫിലിം പോലെ തോന്നും. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം കാണാത്തവരൊക്കെ പോയി കാണും കേട്ടോ. അതായത് മസ്റ്റ് വാച്ചിങ് തിയേറ്ററാണ്. തിയേറ്ററിൽ തന്നെ കാണണം. അത് നമുക്ക് കഥയെല്ലാം അറിയാം. സ്റ്റിൽ നമുക്ക് എന്താ പറയുക, ആ വിഷ്വൽ എഫക്ട്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ ആ ആർട്ട് വർക്കൊക്കെ, അതായത് അജയ് ആണ് അതിൻ്റെ ആർട്ട് വർക്ക്. അജയ് എന്നാണ് പുള്ളീൻ്റെ പേരെന്തോ, അതായിരുന്നു. അപ്പോൾ ആളുടെ ആർട്ട് വർക്കും അതെല്ലാം കണ്ടിട്ട് നമ്മൾ പോയി കാണണം. അതായത് ആ സെറ്റ് എന്താണ് ഗുണ കേവ്സ് എന്ന് പറയുന്നതെല്ലാം സെറ്റ് ഇട്ടേക്കാണ്. അതിനകത്ത് ആ വെള്ളം ഒഴുകി വരുമ്പോൾ അതിനകത്ത് ചെരുപ്പൊക്കെ വരും. അങ്ങനെയുള്ള കേസ് ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് ഇത് റിയൽ ആണെന്നാണ്. റിയൽ കേസിലാണ് അവർ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ശ്രീനാഥ് ബാസിയുടെ അഭിനയം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ എന്നാ അടിപൊളി ഫിലിമാണ്, മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. പിന്നെ ഒരു റിയൽ സ്റ്റോറീസിൻ്റെ അതൊക്കെ കാണും. റിയൽ സ്റ്റോറീസ് നമ്മൾ കേൾക്കും. 2006 വേറെ ഏതോ ഒരു ചാനൽ അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ്. അപ്പം അത് കണ്ടിട്ടും കൂടെ പോകുമ്പോൾ നമുക്ക് സിജുവിൻ്റെ ആ ഒരു ധൈര്യം, ആള് കുറച്ച് എന്താ പറയുക റിസർവ്ഡ് ക്യാരക്ടർ ആണെങ്കിലും ആ ഒരു മൊമെന്റിൽ ആളെ എനിക്കറിയില്ല എങ്ങനെ അയാൾ ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനകത്ത് കൂടുതലും നോക്കിയത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്, ഒരാൾ അങ്ങനെ വീണ എനിക്ക് എൻ്റെ ധൈര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ എൻ്റെ വേറൊരു ഫ്രണ്ടിന് അങ്ങനെ ധൈര്യം ഉണ്ടാവുമെന്നാണ്. മേ ബി ആ ഒരു പോയിന്റിൽ ആൾക്ക് ഉണ്ടായതാവാം, അറിയില്ല. എന്തായാലും അത് ഒരു അടിപൊളി ഫിലിമാണ്, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. ഓക്കെ, ബൈ. അതൊക്കെ വേറൊന്ന്